ഹലോ, ഞാനിന്ന് ചക്കപ്പഴം കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ചക്കപ്പഴം കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 1.5 കപ്പ് പൊടിയാണ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 12 ചക്കച്ചുള എടുത്തിട്ടുണ്ട്. 12 ചുള മതി അതിന്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാം ആദ്യം. 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പാണത്. 1/2 കപ്പ് പഞ്ചസാര ഇടുന്നുള്ളൂ ഞാൻ. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ജാതിക്കാപ്പൊടി, ജാതിക്കയാണ് ചെറുതായിട്ട് ഞാൻ ചിരണ്ടി എടുത്തതാണ് ജാതിക്ക. ആ ജാതിക്ക അതിനകത്തേക്ക് ഇടാം. അതെ, നമുക്കിതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം. പഞ്ചസാര ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ബാക്കിയുള്ള മൈദപ്പൊടി 1.5 കപ്പ് ഇടുന്നുണ്ട്. 1 കപ്പ് ഇപ്പോൾ ഇട്ട് ഞാൻ 1/2 കപ്പ് ഞാനിടാം. പിന്നെ അതിനകത്തേക്ക് എന്തെല്ലാം ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ച് ചേർക്കണം. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത്രയും ചേർക്കുന്നില്ല, കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത്രയും ഞാൻ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവരാം. നമ്മളിങ്ങനെ വെറുതെ ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലതാണ് നമുക്ക് ഇങ്ങനെ ഇതാക്കി എടുക്കുന്ന സമയത്ത് കേട്ടോ. ഞാൻ പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യുക. പക്ഷേ നമുക്ക് കാരമൽ ചെയ്യുന്നത് കണ്ടമാനം കളർ മാറാൻ പാടില്ല. ചക്കപ്പഴത്തിൻ്റെ അതേ കളറേ ആകാവുള്ളൂ. അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്ക് ഈ ചക്കപ്പഴമുള്ള ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ചക്കപ്പഴമുള്ള വയനാടാണിത്. വയനാട്ടിൽ ചക്കപ്പഴമൊക്കെ ഉള്ള സമയമാണ്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ ചക്ക കിട്ടും. ഞങ്ങൾ പല സൈസിലും ഉണ്ടാക്കി നോക്കും. പായസം വയ്ക്കും, അതേപോലെ തന്നെ ചക്ക വരട്ടി വയ്ക്കും. അത് വരട്ടി വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അത് വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. ചക്ക വരട്ടി വെക്കും, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ചക്ക കൊണ്ട് ജാം ഉണ്ടാക്കും, ചക്ക കൊണ്ട് അലുവ ഉണ്ടാക്കും. ഇതെല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഇന്നിപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിരിക്കുകയാണ് ചക്കയ്ക്ക്. അതേപോലെ തന്നെ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ ഓരോരോ റെസിപ്പികൾ ആണ് ഞാൻ ഇനി ഈ തുടർന്നുള്ള ആഴ്ചകളിൽ ഇങ്ങനെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനിടയ്ക്ക് മാറ്റി വിടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നല്ലോണം പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇത് കണ്ടോ, കാരമൽ ചെയ്യുന്ന അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടിട്ടാണ് ഞാൻ നേരം പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഒരുപാട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാത്തത്. ഇതേ കണ്ടോ, തേൻ പോലെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനതങ്ങ് നിർത്തി. ഇനി ഇതിപ്പം നമ്മൾ അരയ്ക്കുന്നതിലിട്ട് നമുക്കിതെല്ലാം കൂടി അരയ്ക്കാം. ചക്ക അരയ്ക്കണം നമുക്ക്. ചക്കച്ചുള അരച്ചെടുക്കുന്നത് ഞാൻ വട്ടത്തെ മുറിച്ചെടുത്തിരിക്കുന്നതാണ്. 12 ചക്കച്ചുളയായിരുന്നു വട്ടത്തെ മുറിച്ചെടുത്തിരിക്കണം. വട്ടത്തെ തന്നെ മുറിക്കണം കേട്ടോ, നീളത്തെ മുറിക്കരുത്. അപ്പം നൂല് കിടക്കും, നൂല് പോലെ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി വട്ടത്തെ മുറിച്ച ചക്കച്ചുളയാണ്. 12 ചക്കച്ചുളയുണ്ട്. 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 12 ചക്കച്ചുള എടുത്തിരിക്കുന്നത്. അത് ഞാൻ അരച്ച് കൊണ്ടുവന്ന് ഇനി ഇതിനകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളൂടെ നമുക്ക് ചേർത്തിട്ട് അതൊന്നും കൂടി അടിച്ചെടുക്കുക. മുട്ട, എണ്ണ, വാനില എസൻസ് എല്ലാം നമ്മൾ ഇതിനകത്തേക്കാണ് ചേർക്കുന്നത്. എണ്ണ, അതായത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. ആ സൺഫ്ലവർ ഓയിലും എല്ലാം അതിനകത്തേക്ക് ഞാൻ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്യുക, ഒന്നിച്ചങ്ങ് അടിച്ചങ്ങ് പതപ്പിക്കാം. അതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതേപോലെ തന്നെ നമ്മൾ ഈ കാരമൽ ചെയ്ത കാരമലിൻ്റെ അതും നമ്മളിതിനകത്ത് തന്നെയാണ് ചേർക്കുന്നത്. ചേർത്ത് ഒന്നിച്ചിതങ്ങ് അടിക്കുകയാണ്. വാനില എസൻസ് ഒരു ശകലം, കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരുപാട് വേണ്ട. നമുക്ക് ജാതിക്കയുടെ ടേസ്റ്റാണ് മുന്നോട്ട് നിൽക്കേണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇത് നമ്മൾ ഈ കാരമലും കൂടെ അതിനകത്തേക്ക് ചേർക്കുകയാണ്. ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നല്ലപോലെ പറഞ്ഞു വരും. ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നന്നായി പറഞ്ഞു വരും നമ്മൾ അടിക്കുമ്പോഴത്തേക്ക്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നങ്ങ് അടിച്ചെടുക്കാം. കണ്ടോ, ഞാനത് ഒഴിക്കുകയാണ്. ആ കാരമലും കൂടെ അതിനകത്ത് ചേർത്ത് അതെല്ലാം കൂടെ തേൻ പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്തേക്ക് ഞാൻ എല്ലാം കൂടി ഒഴിച്ചു. ബാക്കി പിന്നെ മൈദപ്പൊടി, പഞ്ചസാര, ജാതിക്ക, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പാലും കൂടെ ചേർക്കുക അതിനകത്തേക്ക്. ഇതിനകത്ത് നമ്മൾ 1 സ്പൂൺ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. അത് ഇപ്പോഴല്ല, ഇനി ഞാനത് കൊണ്ടുപോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കൊന്ന് അടിച്ചതിന് ശേഷം
കണ്ടത് അടിച്ചു കൊണ്ടുവന്നു. നമുക്ക് എളുപ്പമാണ്, അതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമുക്കിത് അതിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് പൊടി നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന പൊടി ഇതിനകത്തേക്ക് ഇടാം. ഇട്ടെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മൈദപ്പൊടിയാണ് ഇത്. കുറേശ്ശെ നമ്മളിടുന്നത്, കുറേശ്ശെ ഇട്ടിളക്കണം. ഇത് എങ്കിലേ നമുക്ക് ശരിക്ക് കലങ്ങി കുഴഞ്ഞ് വരുള്ളൂ. നന്നായി കുഴഞ്ഞ് വരണം. കുറേശ്ശെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. അത് കൂടുതലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്നിച്ചങ്ങ് അടിക്കുകയുള്ളൂ. ഈ പൊടിയും കൂടെ അങ്ങോട്ടിട്ട് അങ്ങ് അടിക്കത്തേ ഉള്ളൂ. ഇതിപ്പോൾ കൂടുതലുള്ളതുകൊണ്ട് ചക്കപ്പഴം പൊങ്ങാൻ തുടങ്ങും. നമ്മൾ അരയ്ക്കുമ്പം തന്നെ ചക്കപ്പഴം പൊന്തി വരാൻ തുടങ്ങും. ഇത് കണ്ട നന്നായി ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു പാകത്തിന് ആയി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ശരിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഞാൻ ഡ്രൈ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്യ് പുരട്ടിയിട്ട് ബട്ടർ പേപ്പറും വെച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അതിനകത്തേക്ക് നമുക്ക് ഒഴിക്കണം. കണ്ടോ നന്നായി ഇളകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല അപ്പമാണ് ഇത്. നല്ലൊരു കേക്കാണ്. അപ്പോൾ നല്ലൊരു കേക്ക്. 4 മണിക്കൊക്കെ നമ്മൾ കുട്ടികൾ വരുമ്പോഴേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ, അതേപോലെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാനും ഒക്കെ നല്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ ഒക്കെ ചേർക്കാം. ബദാം പരിപ്പ്, പിസ്ത എല്ലാം ചേർക്കാം. പക്ഷേ ഞാനൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചക്കയുടെ ആ ടേസ്റ്റ് മുന്നോട്ട് ഇതാ ഞാൻ ഇതിനകത്തേക്ക് നാരങ്ങാനീര് ചേർക്കുകയാണ്. 1 ടീസ്പൂൺ നാരങ്ങാനീര്. ഒരു ചെറിയൊരു നാരങ്ങയുടെ ഒരു മുറി നാരങ്ങ പിഴിഞ്ഞെടുത്തതാണ്. അതും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് അങ്ങ് ഇളക്കി വൃത്തിയാക്കിയെടുത്തു. ബട്ടർ പേപ്പർ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതായതുകൊണ്ട് അത് പ്രത്യേകിച്ച് കാണിച്ചില്ല. ബട്ടർ പേപ്പറും വെക്കുന്നതും ബട്ടർ തൂത്ത് വെക്കുന്നതും ഒന്നും ഞാൻ അത് കാണിച്ചിട്ടില്ല. പിന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് തട്ടിയിട്ട് അത് എല്ലടും കറക്റ്റാക്കി ഇനി ഞാൻ അതിലേക്ക് വെക്കുകയാണത്. അതിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഫ്ലെയിം ഓണാക്കുകയാണ്. ഫ്ലെയിം ഓണാക്കി വെച്ചിരിക്കുകയായിരുന്നു. 2000-ൽ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ 10 മിനിറ്റ് വരെ 2000-ൽ തന്നെ ഇട്ടേക്കും. പിന്നെ ഞാനത് 1000-ലാക്കി സിമ്മേലങ്ങ് ഇട്ടേക്കും. എന്നിട്ട് ആണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഞാനിനി ഇത് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ എടുത്തതാണ് ഞാൻ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത്രയും പൊങ്ങി ഇങ്ങനെ ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്തിക്കൊണ്ടിരിക്കുക. പൊങ്ങി വരുന്ന നമുക്ക് കാണാം, നല്ലപോലെ കാണാം. ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പം 20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് കണ്ടോ എന്തെല്ലാം റെഡിയായി കറക്റ്റ് ഇതായി വന്നു. നല്ലപോലെ വെന്ത് നല്ല ഇതായി വരുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. കേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതെല്ലാവരും കാണണം, ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, അല്ലാത്തവരെല്ലാം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളിതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം. മോശമാണെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കി, മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നിങ്ങൾ പറയണം. ഞാൻ അതായത് മുറിച്ച് നോക്കുകയാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിരിക്കുന്ന കേക്കാണ്. എപ്പോഴും നമുക്ക് ചക്കപ്പഴമൊന്നും എപ്പോഴും കിട്ടത്തില്ലല്ലോ. അപ്പം നമ്മൾ ചക്കയുടെ പൾപ്പെടുത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ചക്കയുടെ പൾപ്പെടുത്ത് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമുക്കിത് വേണ്ടപ്പോൾ ഉണ്ടാക്കി നോക്കാം. കണ്ടോ എന്താ സോഫ്റ്റ് എന്നറിയതാ. കണ്ടോ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.